ഞാൻ നോക്കിയപ്പോഴേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്റെ വണ്ണത്തെ പറ്റി പറയാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിട്ട് എന്തിനെ കുറയ്ക്കണേ, എന്നാ ഞാനും അങ്ങോട്ട് ആവാം. ഞാനേ ഈ +1 +2 വരെയൊക്കെ നമ്മുടെ തൃശ്ശൂർകാരുടെ ഭാഷയിൽ പറയാൻ മെലിഞ്ഞ് കൊലിഞ്ഞ് ഉണങ്ങിയാണ് ഇരുന്നാറുന്നത്. അന്നൊക്കെ മാനസിയെ ഒന്നും കഴിക്കണില്ലേ, നീ നിനക്ക് അവരൊന്നും തിന്നാൻ തന്നില്ലേ എന്നായിരുന്നു ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു 24-25 വയസ്സ് വരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ആയിരുന്നു. പക്ഷെ ഒരര കിലോ കൂടുമ്പോഴും എന്നെ ചുറ്റുള്ളവർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, മാനസി തടി വെക്കാണല്ലോ. അങ്ങനെ എന്റെ ഓരോ അര കിലോ കൂടുമ്പോഴും ഞാൻ അന്ന് വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ ഭയങ്കര തടിയാണെന്നാണ്. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും പോകുന്ന സാൻഡ്വിച്ച്, കട്ട്ലേറ്റ്, പപ്സ് ഇതൊക്കെ എല്ലാ ദിവസവും കുത്തിക്കയറ്റിയാൽ ഇതൊന്നും എന്റെ മേത്ത് കണ്ടുവരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് അൺടച്ചബിൾ അങ്ങനെയാണ്. പിന്നെ ഒരു 25 വയസ്സ് കഴിഞ്ഞോടുകൂടി ട്വിസ്റ്റ് സലികുമാർ പറയില്ല, അതുപോലെയായിരുന്നു. പിന്നെ അങ്ങോട്ടില്ലേ ഇത്തിരി ശ്വാസം കൂടുതൽ വലിച്ചാൽ അതുവരെ മേത്ത് കണ്ടു തുടങ്ങി. ഹോർമോണൽ ഇംബാലൻസ്, PCOD, PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെന്താ നമ്മുടെ മെയിൻ സാധനം തൈറോയിഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫാൻസി വേർഡ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ റിയലൈസ് ചെയ്തത് വളരെ വൈകിയാണ്. പണ്ടൊക്കെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഒരു ഒറ്റ ഇരിപ്പിനെ തിന്നാറുന്ന എന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് കൊതിയാവാണ്. ഇപ്പോ ഞാനൊരു 2 ബിസ്ക്കറ്റ് അധികം തിന്നു കഴിഞ്ഞാൽ ഒരു 10 ചാട്ടം ഞാൻ എക്സ്ട്രാ ചാടണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോ ഞാൻ എന്ത് കഴിച്ചാലും മേത്ത് പിടിക്കില്ല എന്ന് പറയണവരോടൊക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ജസ്റ്റ് വെയിറ്റ്, യു ആർ ജസ്റ്റ് യങ്.